ഹലോ, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് തീയിൽ കുരുത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതകഥ വായിച്ച ഒരാൾ ട്വിറ്ററിൽ ഇങ്ങനെ എഴുതി: 11-ാം വയസ്സിൽ താലിബാന്റെ കരങ്ങളാൽ പിതാവിനെ നഷ്ടപ്പെട്ട ബാലിക, ഡെൻമാർക്കിലേക്ക് പലായനം ചെയ്ത കൗമാരൻ, ദേശീയ ടീമിനും ലോക പ്രശസ്ത ക്ലബുകൾക്കുമായി ഫുട്ബോൾ കളിച്ച യൗവനം, സംസാരിക്കുന്നത് 9 ഭാഷകൾ, മെഡിസിനിൽ ഡോക്ടറേറ്റ്. നിങ്ങളുടെ മക്കൾക്ക് ഒരു റോൾ മോഡലിനെ തേടുന്നുവെങ്കിൽ അഫ്ഗാൻ പെൺകുട്ടിയായ നാദിയ നദീമിനെ കാണിച്ചു കൊടുക്കും. 1988 ജനുവരി 2-ന് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ഹൊറാത്തിലാണ് നാദിയ നദീമിന്റെ ജനനം. അച്ഛനും അമ്മയും 4 സഹോദരിമാരും അടങ്ങുന്നതാണ് കുടുംബം. അച്ഛൻ റബേല അഫ്ഗാൻ നാഷണൽ ആർമിയിലെ ജനറലായിരുന്നു. അമ്മ ഹമീദ സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു. 1990-കളുടെ അവസാന ഘട്ടത്തിൽ അഫ്ഗാൻ യുദ്ധകുലുഷിതമായി. താലിബാൻ കാബൂൾ പിടിച്ചെടുത്തതോടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടു. ഈ സമയത്ത് അഫ്ഗാൻ ഗവൺമെന്റിന്റെ ഭാഗമായവരെയെല്ലാം താലിബാൻ വധിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ അഫ്ഗാൻ സൈനിക ജനറലായിരുന്ന നാദിയ നദീമിന്റെ പിതാവിനെ താലിബാൻ വധിച്ചു. ഇതോടെ നാദിയ നദീമിന്റെ കുടുംബം അഫ്ഗാൻ വിടാൻ നിർബന്ധിതമായി. ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിലൂടെ പലായനം ചെയ്ത നാദിയ ആദ്യം പാകിസ്ഥാനിലും പിന്നീട് ഇറ്റലിയിലും അവസാനം ഡെൻമാർക്കിലെ അഭയാർത്ഥി ക്യാമ്പിലും എത്തിച്ചേർന്നു. അപ്പോൾ നാദിയക്ക് 11 വയസ്സ്. ഇനിയാണ് നാദിയയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. യുദ്ധഭൂമിയിൽ നിന്നും ഓടിയെത്തിയതിനാൽ അഭയാർത്ഥി ക്യാമ്പും നാദിയക്ക് ഒരു തടവ് ജീവിതമായി. ഈ അഭയാർത്ഥി ക്യാമ്പിന്റെ അടുത്തായിരുന്നു ഡെൻമാർക്കിലെ ഒരു പ്രാദേശിക ഫുട്ബോൾ ക്ലബിന്റെ പരിശീലന ഗ്രൗണ്ട്. തൊട്ടടുത്ത മൈതാനത്തിൽ നിന്ന് കുട്ടികൾ ഫുട്ബോൾ പരിശീലനം നടത്തുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും നാദിയ നദീം എന്ന കൊച്ചുകുട്ടി സ്ഥിരമായി വീക്ഷിക്കാറുണ്ടായി. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ കോച്ചിനെ കണ്ട് തന്നെയും പരിശീലനത്തിന് പോകുമോ എന്ന് നാദിയ എന്ന 11 വയസ്സുകാരി ചോദിച്ചു. ഒരു നിമിഷം അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോച്ചിന്റെ പ്രതികരണം കടന്നു വരും കുട്ടി. നാദിയയുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു കോച്ചിന്റെ ആ വിളി. പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഫുട്ബോൾ നാദിയയുടെ കാൽച്ചുവട്ടിലായിരുന്നു. ലോക പ്രശസ്തമായ നിരവധി ഫുട്ബോൾ ക്ലബുകളിൽ ഡെൻമാർക്കിന്റെ ദേശീയ ടീമിലും അംഗമായ നാദിയ നിരവധി ഗോളുകൾ എതിരാളികളുടെ വലയിലാക്കി. ഡെൻമാർക്കിന്റെ ലേഡി പെലെ ആയി മാറിയ അവൾ ഡെൻമാർക്കിന്റെ ദേശീയ ഫുട്ബോൾ പുരസ്കാരം തന്നെ നേടിയെടുത്തു. പിന്നീട് നിരവധി രാജ്യാന്തര ബ്രാൻഡുകളുടെ അംബാസഡർ പദവി, സ്പോർട്സിനും ലിംഗസമത്വത്തിനും നൽകിയ സംഭാവനകൾക്ക് യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസഡർ പദവി എന്നിവ കരസ്ഥമാക്കി. നല്ലൊരു പ്രാസംഗികയായിരുന്ന നാദിയ തന്റെ ഫുട്ബോൾ ജീവിതത്തിനിടയിൽ പഠനം നടത്തി അലോപ്പതിയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. ഇംഗ്ലീഷ്, ഡാനിഷ്, ജർമ്മൻ, അറബിക്, പേർഷ്യൻ, ഹിന്ദി തുടങ്ങിയ 9ഓളം ഭാഷകളിൽ അനായാസം സംസാരിക്കാൻ നാദിയക്ക് സാധിച്ചു. ഹോളിവുഡിലെ ത്രില്ലർ സിനിമകളെ പോലും വെല്ലുന്ന നാദിയ നദീമിന്റെ ജീവിതകഥ മൈ സ്റ്റോറി എന്ന പേരിൽ ആത്മകഥയായിട്ടും ഡോക്യുമെന്ററി ഫിലിമായിട്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. നാദിയയുടെ ജീവിതം ഒരുപാട് പേർക്ക് പ്രചോദനം. പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാമെന്നും സ്വപ്നങ്ങളെ എങ്ങനെ പിന്തുടരാമെന്നും നാദിയ നമുക്ക് കാണിച്ചു തന്നു. നന്ദി, നമസ്കാരം.